അപ്പോൾ നമസ്കാരം. എല്ലാവരും മഞ്ഞൾപ്പൊടി വെച്ചിട്ടുള്ള റീൽസൊക്കെ ചെയ്തല്ലോ അല്ലേ? സത്യം പറഞ്ഞാൽ നിങ്ങൾ ചെയ്തത് ഒരു വൻ പരീക്ഷണം കൂടിയാണ്. അതായത് നിങ്ങളറിയാതെ നിങ്ങളൊരു ശാസ്ത്രജ്ഞൻ ആയി മാറിയിരിക്കുകയാണ്. അതായത് മഞ്ഞൾപ്പൊടി വെള്ളത്തിലിട്ട് അടിയിൽ ലൈറ്റ് വെച്ചിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കഴിയുമ്പം മഞ്ഞ നിറം വരുന്നതാണല്ലോ റീൽസ്. സത്യത്തിൽ ഇത് മഞ്ഞൾപ്പൊടിയിൽ മറ്റെന്തെങ്കിലും മായം കലർന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ളൊരു മാർഗം കൂടിയാണിത്. ഇപ്പം ചിലർ പറയാറുണ്ട്, ചിലർ പറയുന്നത് കേട്ട് ഞാൻ ചെയ്തത് ശരിയായില്ല, എൻ്റെ കറക്റ്റായിട്ട് കളർ വന്നില്ല, ചിലരുടെ നല്ല കളർ വന്നു എന്നൊക്കെ പറയും. അപ്പം കളർ വരാത്തവർ നന്നായി രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചാൽ മതി. മറ്റൊന്നുമല്ല, ഇതിൽ ആർട്ടിഫിഷ്യലായിട്ട് വേറെ കളർ ചേർക്കുന്നത് കൊണ്ടാണ് നല്ല മഞ്ഞ നിറം വരുന്നത്. അല്ലാത്ത സാധനം ഇങ്ങനെ അടിഞ്ഞു പോകും. നമുക്കതൊന്ന് പരീക്ഷിക്കാം. ഇനി 2 ടൈപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടെ ഒന്നിച്ചങ്ങിട്ടാക്കാം. അപ്പം വിഷയമില്ലല്ലോ. താഴെ പോവാം. അയ്യോ, കൈ കിടന്ന് വിറയ്ക്കുക. അപ്പം 2 ടൈപ്പ് മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇടുവാണ് ഗ്ലാസ്സിലോട്ട്. ഇട്ടു. ഇനി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എന്താ സംഭവിക്കുന്നതെന്ന്. ഈ ഇടതുവശത്ത് ഉള്ളത് ഞാൻ നമ്മൾ മഞ്ഞൾ ഉണക്കി പൊടിപ്പിക്കുമല്ലോ, അതാണ് ഈ ഇട്ടിരിക്കുന്നത്. ഇതല്ലാതെ കടയിൽ നിന്ന് മേടിച്ചതും. രണ്ടും നമ്മൾ നോക്കാം, വ്യത്യാസം നോക്കാം. ഇപ്പം തന്നെ ഏകദേശം പിടി കിട്ടിയെന്ന് തോന്നുന്നു. ഒറിജിനൽ പൊടിപ്പിച്ച സാധനം തേങ്ങുന്നുണ്ടോ, അലിഞ്ഞ് താഴോട്ട് പോകുന്നുണ്ടോ. ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് ക്ലിയർ ആവും, വെള്ളം ക്ലിയർ ആവും. ഇത് നമുക്ക് നോക്കാം എന്താവുമെന്ന്. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ കുറച്ച് നേരമായി. ഇപ്പം തന്നെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അതെ, കാണാമെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഞാൻ ഉണക്കി പൊടിപ്പിച്ച് കൊടുക്കുന്ന കടയുണ്ട്, അവിടുന്ന് മേടിച്ച മഞ്ഞൾപ്പൊടി. ഇത് അല്ലാത്തത് ഇത് കണ്ടോ, ഇതിൻ്റെ കളർ കണ്ടോ, കളർ ഫുള്ളായിട്ടിങ്ങനെ മിക്സായിട്ട് കിടക്കും. അപ്പം ഇത് കളർ ചേർത്ത ഡ്യൂപ്ലിക്കേറ്റ് മഞ്ഞൾപ്പൊടി. അപ്പം കളർ വന്നില്ല എന്ന് പറഞ്ഞ നിരാശപ്പെടുന്ന ആളുകളുണ്ടല്ലോ, നിങ്ങൾ രക്ഷപ്പെട്ട്. കാരണം നിങ്ങളുടെ വീട്ടിലുള്ള മഞ്ഞൾപ്പൊടി ഒറിജിനലാണ്. ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ ഇതുപോലെ മഞ്ഞ നിറം വരും, ഒറിജിനലാണെങ്കിൽ ഇങ്ങനെ കണ്ടോ അടിഞ്ഞ് താഴെ കിടക്കും. ഇതാണ് വ്യത്യാസം. അപ്പം നിങ്ങളറിയാതെ തന്നെ നിങ്ങൾ ചെയ്തത് നല്ലൊരു പരീക്ഷണമാണ്. ഇനി നിങ്ങൾ ചോദിക്കും, ഇത് ഏത് മഞ്ഞൾപ്പൊടിയാണ് നിങ്ങൾ ഇട്ടത്, ഏത് കമ്പനിയുടെയാണെന്ന് പറയുമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഉപകാരമായിരുന്നു എന്ന് നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ പറയാം, ഇത് സത്യം പറഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെയാണ്. ഞാൻ ഇത് സംഭവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ശരം കളർ ചേർത്ത് നിങ്ങളെ കാണിച്ചതാണ്. അതെന്തിനാണോ അങ്ങനെ കാണിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ഇത് ഏത് കളർ ചേർത്ത് ഏതാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ, ഡ്യൂപ്ലിക്കേറ്റ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ലോകത്തുള്ള സകല മഞ്ഞൾപ്പൊടിയും മേടിച്ചിട്ട് ഇട്ടിട്ട് നോക്കേണ്ടി വരും. അപ്പോൾ ഇത് ഞാൻ കണ്ടുപിടിച്ച ഒരു സാധനമല്ല, ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ വെബ്സൈറ്റിൽ തന്നെ കിടപ്പുണ്ട്. വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. അപ്പോൾ അവിടെ കയറി നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അവർ പറഞ്ഞതാണ് കളർ ചേർത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരും, കളർ ചേർക്കാത്ത ഒറിജിനലാണെങ്കിൽ ഇങ്ങനെ വരുമെന്ന്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞോളാം, ഞാൻ ലോകത്തുള്ള മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ മേടിച്ച് പരീക്ഷിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള സാമ്പത്തികമൊന്നും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ഇങ്ങനെ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, നിങ്ങൾ പരീക്ഷിക്കുക. നിങ്ങൾ എന്തായാലും പൊടിയൊക്കെ ഇട്ട് റീൽസൊക്കെ എടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുക, ഒന്ന് മാറ്റി വെച്ച് നോക്കുക. കുറച്ച് നേരം കഴിയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ മഞ്ഞ നിറം ഫുള്ളായിട്ടുണ്ടെങ്കിൽ തീരുമാനമായി നിങ്ങളുടെ ഇരിക്കുന്ന മഞ്ഞൾപ്പൊടി കളർ ചേർത്താണ്. അല്ലാത്തതാണെങ്കിൽ ഇതിങ്ങനെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വരും കുറച്ച് കഴിയുമ്പോഴത്തേക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ സെയിം പരീക്ഷണം തന്നെ നിങ്ങൾക്ക് മുളക് പൊടിയിലും ചെയ്യാം. അതായത് മുളക് പൊടി ഇതുപോലെ ഇട്ട് നോക്കുക, കളർ ചേർത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ റെഡ് നിറം വരും, അല്ലെങ്കിൽ മുളക് പൊടി ഇങ്ങനെ അടിഞ്ഞ് താഴെ വന്ന് കിടക്കും. എനിക്കൊരു ആഗ്രഹമുണ്ട് സത്യം പറഞ്ഞാൽ, മറ്റൊന്നുമല്ല, ഇതുപോലുള്ള കമ്പനികളുടെ പേരും എല്ലാം ഉൾപ്പെടെ പറഞ്ഞിട്ട് ഇതുപോലുള്ള പരീക്ഷണങ്ങൾ നടത്തണം. ഇപ്പം അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ അത്യാവശ്യം സാമ്പത്തികമാണല്ലോ, വരട്ടെ നോക്കാം. അതുപോലെ തന്നെ അരി മുതൽ പച്ചക്കറി മുതൽ വെളിച്ചെണ്ണ വരെയുള്ള സംഭവങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കണമെന്ന് തന്നെ ആഗ്രഹമുണ്ട്. കാരണം നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ ആർക്കെങ്കിലും ഉപകാരമാണെങ്കിൽ ആകട്ടെ. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ലാബിലും ഒക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടി വരുമല്ലേ. അപ്പോൾ അതിനൊക്കെ കുറച്ച് സാമ്പത്തികവും കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. വരട്ടെ നോക്കാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവന്മാരൊക്കെ വലിയ മാഫിയ, ഇപ്പോൾ കഴുത്തിന് മേലെ തല കാണത്തില്ല. ഏതായാലും നോക്കാം.